ആദ്യകാലത്ത് നഗരത്തിലെ മില്ലുകൾക്കും കുളിപ്പുരകൾ അഥവാ ഹമ്മാമുകൾക്കും ജലധാരകൾക്കുമൊക്കെ ഈ നദിയിലൂടെയാണ് വെള്ളം എത്തിയിരുന്നത്. ഓതിൽ നിന്നും വഴിതിരിഞ്ഞ് നഗരത്തിലേക്ക് പോയ ഈ കനാലുകളിൽ മിക്കവയും ഇപ്പോഴില്ല. മുകളിൽ നിന്ന് നോക്കുമ്പോൾ തേനീച്ചക്കൂടിന്റെ അറകൾ പോലെ തോന്നിക്കുന്ന ഈ കുഴികൾക്കകത്താണ് തുകൽ സംസ്കരണം നടക്കുന്നത്. ഇതിൽ വെളുത്ത നിറത്തിലുള്ള കുഴികളിലാണ് സംസ്കരണത്തിന്റെ ആദ്യഘട്ടം. അതിനു മുന്നോടിയായി ടാനറിൽ എത്തുന്ന തുകലുകൾ വൃത്തിയായി കഴുകിയെടുക്കും. അവ അഴുകാതിരിക്കാനായി ഈ ഘട്ടത്തിൽ ഉപ്പ് തേച്ച് പിടിപ്പിക്കാറുണ്ട്. അടുത്ത ഘട്ടത്തിൽ തോലുകളിലുള്ള രോമവും കൊഴുപ്പും മറ്റും നീക്കം ചെയ്യാനായി ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കിയിടും. സ്വാഭാവികമായും ഈ പ്രക്രിയ നടത്തുന്ന അറകൾക്ക് വെള്ള നിറമാണുള്ളത്. തുകൽ മൃദുലമാക്കിയെടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി പ്രാവിന്റെ കാഷ്ടവും പശുവിന്റെ മൂത്രവും ഉപ്പും ഒലീവെണ്ണയും കൂട്ടിക്കലർത്തിയ വെള്ളത്തിൽ മുക്കിയിടുകയാണ് ചെയ്യുന്നത്. പുതിയ കാലത്ത് അമോണിയ ലഭിക്കാനായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചവ്വാറയിൽ പഴയ രീതികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. ഈ ഘട്ടം പൂർത്തിയാക്കിയ തുകലുകൾ പുറത്തേക്ക് എടുക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ടാനറികളുടെ അസഹ്യമായ ദുർഗന്ധത്തിന്റെ കാരണം കൂടിയാണിത്. സന്ദർശകർക്ക് ഇതിൽ നിന്നും ആശ്വാസം ലഭിക്കാനായി പുതിന ഇലകൾ വാസനിക്കാനായി നൽകുന്നത് കാണാം. മൊറോക്കൻ തുകൽ വ്യവസായത്തെക്കുറിച്ച ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുന്നതിന് ജേർണിയിസ്റ്റിന്റെ പേജ് യൂട്യൂബിൽ സന്ദർശിക്കൂ.